प्यारे बच्चों, आदाब। आप कैसे हैं? सबको ठीक है ना? आज हमको हमारे पहले यूनिट का आखिरी सबक पढ़े। ये एक नज़म है। नज़म का नाम है महबूब ज़माना। പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗമായ മെഹബൂബ് സമാന സുവർണ കാലഘട്ടം എന്ന പദ്യം പഠിക്കാം. प्यारे बच्चों, हम पिछले क्लास में गोपाल जी के बारे में चर्चा किए हैं. गोपाल जी एक बूढ़ा आदमी है. उसका बेटा, बहू और पोती मलेशिया में रहते हैं. गोपाल जी अपने घर में अकेला रहते हैं. 6 महीने के बाद अब गोपाल जी का बेटा, बहू और पोती घर में पहुंच गए हैं. अब गोपाल जी बहुत खुश हो गए हैं. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോപാൽജിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും പേരക്കുട്ടിയും മലേഷ്യയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഏതായാലും 6 മാസത്തിന് ശേഷം മകനും മരുമകളും പേരക്കുട്ടിയും ഗോപാൽജിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോപാൽജി വളരെ സന്തുഷ്ടനാണ്. प्यारे बच्चों, सबसे पहले हमें एक वीडियो देखें. वीडियो आप लोग गौर से देखिए. വയസ്സെന്ന കാലം വരും എന്ന ചിന്ത മനസ്സകം വേണം, വെടിഞ്ഞോ അഹന്ത. വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരും ഒരു കാലം. വയസ്സെന്ന കാലം വരും എന്ന ചിന്ത മനസ്സകം വേണം, വെടിഞ്ഞോ അഹന്ത. വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരും ഒരു കാലം. സുഖങ്ങളെ തേടി ദുനിയാവ് നേടി മറന്നല്ലോ മാതാപിതാക്കളെ പ്രീതി. ഒഴിവാക്കി മെല്ലെ പടിയിറക്കുന്നു, ചലിക്കുന്ന ഭീതി അതിലുണ്ടോ നീതി. ഇളം കുഞ്ഞുനാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം. സഹനത്തിൻ കാവ്, പ്രസവത്തിൻ നോവ് സഹിച്ചുമ്മയേറെ നിലച്ചു കിനാവ്. തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻ കൈകൾ. ഇളം ചുണ്ടിൽ പണ്ട് ചുടുമുത്തമേകി ഇഷ
മഞ്ചൽ കോർത്തുമ്മ താരാട്ടുപാടി. ഇരപകൽ നിന്റെ വളർച്ചയും നോക്കി ഉറങ്ങാതെ കൂട്ടായി തഴുകി തലോടി. സദനത്തിൻ അകത്തളം തേങ്ങി വിധിയെത്ര ക്രൂരൻ ഹൃദയം നുറുങ്ങി. വളർത്തിയ പൂക്കൾ തനിച്ചാക്കി പോയി തിരക്കാണ് പോലും തിരിഞ്ഞൊന്നു നോക്കാൻ. നിനക്കില്ലേ പൂമക്കൾ അവർ വളരില്ലേ, വിധി നാളെ നിന്നെ പിടികൂടുകില്ലേ. പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയില്ലേ. വയസ്സെന്ന കാലം വരും എന്ന ചിന്ത മനസ്സകം വേണം, വെടിഞ്ഞോ അഹന്ത. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരും ഒരു കാലം. प्यारे बच्चों, आप लोग वीडियो देखा, अच्छी तरह देखा? इस वीडियो में किसके बारे में बता रहे हैं? बताइए. ഈ വീഡിയോയിലൂടെ ആരെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്? പറയൂ. हाँ, बूढ़े लोगों की मुश्किलात के बारे में. गोपाल जी की तरह आज हमारे समाज में कई बूढ़े रहते हैं. बुढ़ापे में रहने वाले लोगों के बारे में, लोगों की मुश्किलात के बारे में ബയാൻ കർത്തേ ഹെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോയിലൂടെ പ്രായം ചെന്ന വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ പ്രയാസങ്ങളും അതുപോലെ അവരുടെ നൊമ്പരങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥ വരാനുണ്ടെന്ന് ഈ കവിതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. बच्चों, आप बताइए, हम कौन है? നമ്മൾ ആരാണ്? हाँ, हम इंसान है. നമ്മൾ മനുഷ്യരാണ്. हमारी जिंदगी में या इंसानी जिंदगी में मुख्तलिफ मरहले हैं. മനുഷ്യ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. देखिए, हमें चंद तस्वीर देखिए. ये तस्वीर में आप क्या देख सकते हैं? कौन कौन है? हाँ, बच्चे हैं. ये कौन सा जमाना है? ഇത് ഏത് കാലഘട്ടമാണ്? हाँ, കുട്ടിക്കാലം, അതായത് ചൈൽഡ്ഹുഡ്. उर्दू में बचपन कहते हैं. बचपन. देखिए, ये तस्वीर में कौन कौन है? ये कौन सा जमाना है? ചിത്രം നോക്കൂ. ഈ ചിത്രം ഏത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്? हाँ, लड़कपन. क्या है लड़कपन? कौमारम. क्या है? कौमार कालघट्टम. और देखिए, ये तस्वीर कौन सा जमाना है? ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ഏത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്?
हाँ, ജവാനി, യൂത്ത്, യുവത്വ കാലഘട്ടം. ठीक है, देखिए ये तस्वीर देखिए. ये तस्वीर में कौन सा समाना है? हाँ, अधेड़ पेन. अधेड़ पेन क्या है? मिडिल एज. हाँ, मध्य वयस्स. ठीक है, देखिए ये तस्वीर में कौन सा जमाना दिखाई देता है? ഈ ചിത്രത്തിൽ ഏത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്? बताइए. हाँ, बूढ़ापा. क्या है? बूढ़ापा. ബൂഢാപ്പ, വാർദ്ധക്യം. വാർദ്ധക്യ കാലഘട്ടത്തെയാണ് ഈ ചിത്രത്തിലൂടെ सूचिपिക്കുന്നത്. प्यारे बच्चों, आपको अब समझ चुके हैं इंसानी ज़िंदगी में मुख्तलिफ मरहले हैं. पहला मरहला बचपन है और दूसरा मरहला लड़कपन है और तीसरा मरहला जवानी है और चौथा मरहला अधेड़पन है और पांचवा मरहला बुढ़ापा है. प्यारे बच्चों, आपसे एक सवाल भी मैं पूछना चाहता हूँ. इंसानी ज़िंदगी के मुख्तलिफ मराहिलों में सबसे सुनहरा और खूबसूरत ज़माना कौन सा है? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം, ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലഘട്ടം ഏതാണ്? आप बता सकते हैं? हाँ, बचपन. क्या है? कुट्टिकालम. बच्चों, आज हमें बचपन के बारे में लिखा हुआ एक नज़म पढ़े. ഇന്ന് നമുക്ക് കുട്ടിക്കാലത്തെക്കുറിച്ച് എഴുതിയ ഒരു മനോഹരമായ കവിത, പദ്യം വായിക്കാം, പഠിക്കാം. ഇത് ഉറുദുവിലെ പ്രശസ്തനായ കവി ഷഫീഉദ്ദീൻ നയ്യർ രചിക്കപ്പെട്ടതാണ്. बच्चों, आप लोग दरसी किताब देखिए. महबूब ज़माना, സുവർണ കാലഘട്ടം, നല്ല സന്തോഷകരമായ കാലഘട്ടം. देखिए, यहाँ में एक तस्वीर है. ये तस्वीर में आपको क्या क्या देख सकते हैं? आप क्या क्या देख सकते हैं? बताइए. हाँ, ये तस्वीर में कई बच्चे हैं. बच्चे आपस में खेलते हैं और लड़कपन में रहने वाले लोग हैं, अधेड़पन में रहने वाले लोग हैं और बुढ़ापे में रहने वाले लोग हैं. ये सब आपस में बातें करते हैं, खेलते हैं. तमाम मरहले के लोग बहुत खुशी से रहते हैं. മുഖ്തലിഫ് ഖേലെ ഖേൽത്തെ ഹെ. ഈ ചിത്രത്തിലൂടെ മനുഷ്യ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ ഫോട്ടോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, മധ്യവയസ്കന്മാരുണ്ട്, അതുപോലെ പ്രായം ചെന്ന ആളുകളും വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. എല്ലാവരും പ്രായം മറന്നുകൊണ്ട് വിവിധ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. प्यारे बच्चों, देखिए महबूब ज़माना.
बच्चे और गोपाल जी आपस में घुल मिलकर बातें करने लगे. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളും ഗോപാൽജിയും തമ്മിൽ പാർക്കിൽ വളരെ സന്തോഷത്തോടെ പരസ്പരം സംസാരിച്ചു. കുട്ടികളെ കണ്ടപ്പോൾ ഗോപാൽജിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ബച്ചെ ആർ ഗോപാൽജി, ആ കുട്ടികളും ഗോപാൽജിയും ആപ്പസ് മേ ഘുൽ മിൽക്കർ, പരസ്പരം മനസ്സ് തുറന്ന്, ഘുൽ മിൽക്കർ മനസ്സ് തുറന്ന്, ബാത്യം കർണലകെ സംസാരിക്കാൻ തുടങ്ങി. ഗോപാൽജിയുടെ വാർദ്ധക്യാവസ്ഥയിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് മുമ്പിൽ തുറന്ന് അവതരിപ്പിച്ചു. പരസ്പരം വളരെ സന്തോഷത്തോടെ അവർ സംസാരിക്കാൻ തുടങ്ങി. ഗോപാൽജി ബി ബച്ചോമേ ഏക് ബച്ച ബൻഗേ, അങ്ങനെ ഗോപാൽജിയും ബച്ചോമേ ഏക് ബച്ച ബൻഗേ, ആ കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിയായി. അതായത് കുട്ടികളെപ്പോലെ ഗോപാൽജിയും സംസാരിക്കാൻ തുടങ്ങി. വോ ഖുശി കെ മാരെ അപ്നെ ആപ് കോ ഭൂൽ ഗയേ തെ. വോ ഖുശി കെ മാരെ, വോ അദ്ദേഹം, ഗോപാൽജി, ഖുശി കെ മാരെ സന്തോഷപൂർവം, സന്തോഷം കൊണ്ട്, അപ്നെ ആപ് കോ സ്വയം, ഭൂൽ ഗയേ തെ മറന്നുപോയിരുന്നു. കുട്ടികളെ കണ്ടപ്പോൾ അവരോട് ഒന്നിച്ച് ഇരിക്കുന്ന, അവരോട് സംസാരിക്കുന്ന ആ വേളയിൽ ഗോപാൽജി തൻ്റെ വാർദ്ധക്യാവസ്ഥയും എല്ലാ പ്രയാസങ്ങളും ഭൂൽ ഗയത്തെ മറന്നുപോയിരുന്നു. ഇത്രയുമേ ഇതിനിടയ്ക്ക് ആൻസി ടീച്ചറിനെ ഗോപാൽജി സെ യെ ഗുസാരിഷ് കി. ആൻസി ടീച്ചർ ഗോപാൽജിയോട് യെ ഗുസാരിഷ് കി, ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി. ആപ് ഹമാരെ ലിയെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി, ചന്ദ് അഷാർ സുനായെ, ഏതാനും വരികൾ അവതരിപ്പിച്ചാലും, ഇഷ്ടപ്പെട്ട ഒരു ഗാനം അവതരിപ്പിച്ചാലും. ക്യോ നഹി, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് പറ്റില്ല. ഗോപാൽജിനെ ഖുശി സെ കഹ, ഗോപാൽജി സന്തോഷത്തോടെ ചോദിച്ചു. എന്തുകൊണ്ട് പാടിക്കൂടാ, അതെ പാടിത്തരാം. വോ ചന്ദ് അഷാർ സുനാനെ ലഗെ, അദ്ദേഹം ഏതാനും വരികൾ, കവിതാ വരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. बचपन का जमाना भी क्या खूब जमाना
प्यारे बच्चों, आपको ये नज़म पसंद होगी? आप भी ये नज़म मुख्तलिफ तर्ज़ों में गाकर हमारे व्हाट्सएप ग्रुप में वॉइस क्लिप या വീഡിയോ ക്ലിപ്പ് भेजना चाहिए. നിങ്ങളും വിവിധ ട്യൂണുകളിൽ ഈ കവിത ആലപിച്ച് വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പോ ആയി നമ്മുടെ व्हाट्सएप ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം, മറക്കരുത്. प्यारे बच्चों, आज का क्लास यहाँ ख़त्म करता हूँ. ये नज़म का मतलब अगले क्लास में पेश करूँगा. खुदा हाफिज़.